ഞാൻ അറിഞ്ഞു അവളുടെ ചലനമില്ലാതാവുന്നത്, അവളുടെ ശ്വാസം നിലയ്ക്കുന്നത്. അവളുടെ ശരീരത്തിന് ഭാരം കൂടിയതുപോലെ എൻ്റെ കൈകളിൽ കിടന്ന് എൻ്റെ മകൾ മരിച്ചു. ഇതൊരമ്മയുടെ വാക്കുകളാണ്. ഗാസയിൽ അവിരാമം തുടരുന്ന പട്ടിണി മരണങ്ങളുടെ ഒടുവിലത്തെ ഇരയാണ് സൈനബ് അബു ഹാലിബ്. ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന വഴിയിൽ അമ്മയുടെ കൈകളിൽ കിടന്ന് 6 മാസം മാത്രം പ്രായമുള്ള ആ കുരുന്ന് വിട പറഞ്ഞത് ഈ ലോകത്തോട് മാത്രമല്ല, ഇവിടെ നിലനിൽക്കുന്ന അക്രമങ്ങളോടും അനീതികളോടും കൂടിയാണ്. സൈനബിൻ്റെ ചിത്രം ലേശമെങ്കിലും മനുഷ്യത്വം തീണ്ടിയിട്ടുള്ള ഏതൊരാളുടെയും കരൾ അലിയിപ്പിക്കുന്നതാണ്. സൈനബിൻ്റേത് മാത്രമല്ല, ഗാസയിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങളിൽ ഏതാണ് നമ്മുടെ ഹൃദയങ്ങളിൽ തറയ്ക്കാത്തത്? പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ ഡോക്ടർ മുനീർ അൽബർഷ് എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞത് ഇങ്ങനെ: കടുത്ത പോഷകാഹാരക്കുറവ് കാരണമാണ് സൈനബ് മരിച്ചത്. ഗാസയിൽ 5 വയസ്സിന് താഴെയുള്ള 2,60,000-ലധികം കുട്ടികൾ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നു. എന്തു പറയണമെന്ന് എനിക്കറിയില്ല. ലോകം ഉണരണമെങ്കിൽ സൈനബിനെ പോലുള്ള എത്ര നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് കൊല്ലപ്പെടണം? പലസ്തീൻ മന്ത്രാലയത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഗാസയിലെ പട്ടിണി മരണങ്ങളുടെ എണ്ണം 127 ഉയർന്നിരിക്കുകയാണ്. ഇതിൽ 85 കുട്ടികളും ഉൾപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഇവ നിശബ്ദതയിൽ നഷ്ടപ്പെട്ട ജീവിതങ്ങളാണ്. ലോകം എന്നിട്ടും ആ നിശബ്ദത ലജ്ജയോടെ തുടരുന്നു. മുനീർ അൽബർഷ് തൻ്റെ എക്സ്പോസ്റ്റിൽ ഇങ്ങനെയും കൂട്ടിച്ചേർത്തിരുന്നു: പലസ്തീനിലെ കൂട്ടപ്പട്ടിണി മനുഷ്യനിർമ്മിതമാണെന്നും ഇത് ഗാസയിൽ ഇസ്രായേൽ തീർത്ത ഉപരോധം കാരണമാണെന്നും ലോകാരോഗ്യ സംഘടനയുടെ തലവനായ ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോപണങ്ങളെല്ലാം ഇസ്രായേൽ നിഷേധിക്കുന്നുണ്ട്. ഇസ്രായേൽ ഗവൺമെന്റ് വക്താവ് ഡേവിഡ് മെൻസർ ഈ ആഴ്ച സ്കൈ ന്യൂസിനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: ഗാസയിൽ ക്ഷാമമില്ല, പക്ഷേ സത്യത്തിന്റെ ക്ഷാമമുണ്ട്. ഭക്ഷണവും മറ്റു സഹായങ്ങളും ആളുകളിലേക്ക് എത്താത്തതിന് ഇസ്രായേൽ കുറ്റപ്പെടുത്തുന്നത് ഹമാസിനെയാണ്. തങ്ങൾ വന്ന് ജനിച്ചത് ഇവിടെ ആയിപ്പോയി എന്നൊരൊറ്റ കാരണത്താൽ ക്രൂരതയുടെ ബലിയാടുകളായി മരണപ്പെടുന്നവരുടെ മുഖങ്ങൾ സ്വപ്നങ്ങളിൽ വന്ന് നമ്മെ പേടിപ്പിക്കേണ്ടവയല്ല, മറിച്ച് നാം നിരന്തരം ഓർക്കേണ്ടതാണ്.